2G സ്പെക്ട്രം കേസും മുഖ്യമന്ത്രി ജയലളിതയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമാണ് നീലഗിരി മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ. ജനങ്ങളുടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും DMKയും AIADMKയും ഇത് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നില്ല. 1.76 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയ A. രാജയെ വിജയിപ്പിക്കരുതെന്നാണ് AIADMK സ്ഥാനാർത്ഥി C. ഗോപാലകൃഷ്ണൻ ജനങ്ങളോട് പറയുന്നത്. 5300 കോടി രൂപയുടെ അഴിമതി നടത്തിയ ജയലളിതയുടെ പാർട്ടിക്കാരനായ ഗോപാലകൃഷ്ണൻ വിജയിച്ചാൽ ജനങ്ങൾക്ക് ഗുണം ലഭിക്കില്ലെന്ന് DMKയും വാദിക്കുന്നു. എന്നാൽ 2G സ്പെക്ട്രം കേസ് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് DMK സ്ഥാനാർത്ഥി A. രാജ പറയുന്നത്. ராஜா வீடுகளிலே அண்ணன் தம்பி அக்கால் தங்கை உறவினர்கள் நண்பர்கள் எல்லா வீடுகளிலும் 33-35 இடங்களில் சோதனை நடத்தினோம். ஜெயலலிதா சொத்து குவித்திருப்பதை போல ராஜாவிடம் ஒரு பைசா கூட வருமானத்திற்கு அதிகமாக சொத்து கிடையாது என்று 2G സ്പെക്ട്രത്തോടൊപ്പം AIADMK സ്ഥാനാർത്ഥിയായ C. ഗോപാലകൃഷ്ണൻ ജയലളിത നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. സാധാരണക്കാർക്കായി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി AIADMKയുടെ വിജയത്തിനെന്ന് പ്രവർത്തകർ പറയുന്നു. ഗൂഡല്ലൂരിലെ മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന കുടിയിറക്ക് ഭീഷണിക്ക് കാര്യമായ പരിഹാരം ഇരു സ്ഥാനാർത്ഥികളും പറയുന്നില്ല. വിഷയം പരിഹരിക്കാമെന്ന് AIADMK പറയുമ്പോഴും DMK സ്ഥാനാർത്ഥി A. രാജ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. 2 ഏക്കർ ഭൂമിയില്ലാത്തവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ 2009 DMK സർക്കാർ ഭരണത്തിലേറിയത്. ആ 2 ഏക്കർ പറഞ്ഞ സ്ഥലത്ത് 3 സെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ 197 സെൻറ്റും ഇനി കിട്ടാൻ ബാക്കി അവശേഷിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കിയതിലൂടെ മണ്ഡലത്തിലെ ജയവും പരാജയവും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. NDA മുന്നണിയിലുള്ള വിവിധ കക്ഷികൾ അവരുടെ വോട്ടുകൾ ആർക്കു നൽകുമെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. CPMഉം നിലപാട് തുറന്നു പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ ശക്തമായി തന്നെ മണ്ഡലത്തിലുണ്ട്. പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും വിജയപ്രതീക്ഷയിലാണ്. BJP സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റത്തോടെ AIADMKയും DMKയും തമ്മിലാണ് മണ്ഡലത്തിൽ പ്രധാന മത്സരം നടക്കുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു കൊട്ടമലിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1.